രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുട്ടിക്കിയ രീതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അയാൾ തെറ്റ് ചെയ്തോ കുറ്റം ചെയ്തോ ഒന്നും നമുക്കറിയത്തില്ല. അയാൾ ആർക്കെങ്കിലും ഗർഭമുണ്ടാക്കിയോ അത് ഛിദ്രിച്ചോ എന്നും നമുക്കൊരു വിവരവും ഇല്ല. അത് എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മൾ അയാളെ വീഴ്ത്തിയത്. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് വേറൊരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാ. ആ കുട്ടിക്ക് ഇയാൾ ഗർഭമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കഥ അങ്ങോട്ട്, ഒരു കരക്കമ്പി അങ്ങ് ഇറക്കി. അത് പലരും കേട്ടു. പക്ഷെ അത് ആരെങ്കിലും ഏക്കണ്ടേ? എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭമുണ്ടാക്കി തന്നേ എന്ന് ആരെങ്കിലും പറയണ്ടേ? അല്ലാതെ പിന്നെ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക? ഏറ്റില്ല, അങ്ങോട്ട് വേണ്ട പോലെ കത്തിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പോഴാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന വ്യാജേന ഒരു സിനിമാ നടി, ഏത് നടിയാണ് എത്ര സിനിമകളിൽ നടിച്ചു എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ, അത് വേറൊരു കാര്യം, പുള്ളിക്കാരത്തി ചില കാര്യങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പറയാതെ അങ്ങോട്ട് പറഞ്ഞത്. രാഹുൽ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ചില ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. സത്യം പറഞ്ഞാല് എന്നെ വല്ലാതെ പീഡിപ്പിച്ചൊന്നുമില്ല എന്ന് പറയുന്നുകൊണ്ട് ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, എന്നെ അങ്ങനൊന്നും പീഡിപ്പിച്ചിട്ടില്ല. അപ്പൊ ആരോ ചോദിച്ചു തെളിവുണ്ടോന്ന്. അങ്ങനെ തെളിവുമില്ല, ഒന്നുമില്ല, തെളിവുമില്ല. പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല. പക്ഷെ ഇതങ്ങോട്ട് പറഞ്ഞു, അതങ്ങ് കത്തിപ്പടർന്നു. ചില മാധ്യമങ്ങളൊക്കെ നമ്മളെ സഹായിക്കാറുണ്ടല്ലോ. ഇതുപോലുള്ള വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കോൺഗ്രസ്സുകാരാണെങ്കിൽ, CPM-കാരാണെങ്കിൽ മിണ്ടത്തില്ല, BJP-കാരാണെങ്കിലും മിണ്ടത്തില്ല. ഇപ്പൊ തന്നെ പാലക്കാട് ഒരു BJP നേതാവിനെതിരായിട്ട് ഇതുപോലൊരു ആക്ഷേപം വന്നതാ. അടുത്ത ബന്ധുവാ പരാതി കൊടുത്തിരിക്കുന്നത്. ആരാന്നൊന്നും നമ്മൾ പറയത്തില്ല കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. അത് ശരിയല്ല, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ആരാ കൊടുത്തതെന്ന്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു മിണ്ടാട്ടവും ചോദ്യവും ഇല്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടെലിവിഷൻ ചാനലില് ഈ വൈകിട്ടത്തെ ചർച്ച, അതിന് CPM-ന്റെ പ്രതിനിധി ഈ നമ്മുടെ BJP-കാരനെ ന്യായീകരിക്കുന്നു. ഈക്കെതിരായിട്ടുള്ള ആക്ഷേപം പുറത്തു വന്ന ദിവസം രാവിലെ പത്രസമ്മേളനം നടത്തി, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഇത് ഒരു കുടുംബ വഴക്കിന്റെ ഭാഗമാണ്, അത് നേരത്തെ തന്നെ കോടതിയിൽ നിന്ന് തന്നെ വിട്ടതാണെന്നൊക്കെ ഈ ആരോപണ വിധേയൻ പറഞ്ഞതാ. അയാളുടെ വാദങ്ങള് ഒരു CPM-ന്റെ പ്രതിനിധി തന്നെ, നേതാവ് തന്നെ ഇരുന്ന് ആവർത്തിക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കാരാണേലും കേട്ടപ്പോ ചിരിയാ വന്നത്. ഇതതിന്റെ ഒരു രീതി. കോൺഗ്രസ്സുകാരാണെങ്കിൽ നമ്മൾ കത്തിക്കും. അങ്ങനെ നടിയുടെ വെളിപ്പെടുത്തല് വന്നു. അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുന്നതിന്റെ ഒരു ശബ്ദരേഖ, ഫോണിൽ സംസാരിക്കുന്നതിന്റെ, അത് ഗർഭമുണ്ടാക്കിയെന്നോ അത് ഗർഭഛിദ്രം നടത്തിയെന്നോ നടത്തുന്നെന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ശബ്ദരേഖയാ. ചിലര് പറഞ്ഞ് ഇത് പണ്ടങ്ങാണ്ടുള്ളതാണെന്ന്, പഴയതാണെന്ന്, ഗർഭമില്ലത്രേ, ഗർഭം ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചതാണെന്ന്, അപ്പൊ ഇയാൾ അതിനകത്ത് വീണുപോയതാണെന്ന്. പക്ഷെ എന്തൊക്കെയോ കൊസ്രാക്കുളികൾ നടന്നിട്ടുണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല കേട്ടോ. എന്തായാലും അത് കയറി കത്തി. അതിനെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അവസാനം അങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതൊരു നേട്ടമല്ലയോ? അപ്പൊ ഇനി ഷാബിയെ കൂടെ കിട്ടിയാൽ ഇരട്ടി, ഡബിൾ വിജയമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. പക്ഷെ അതങ്ങോട്ട് പറ്റിയില്ല, പണിശകലം പാളിപ്പോയി. സത്യം പറഞ്ഞ ഈ നടിയുടെ വെളിപ്പെടുത്തല് അതിലൊരു ആനുകൂല്യം കിട്ടി. ഇത് നമ്മുടെ സതീശനുമായിട്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് കുടുംബ ബന്ധമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഏതൊക്കെയോ ചില ബർത്ത്ഡേ ആഘോഷങ്ങളിൽ രണ്ടുപേരും പങ്കെടുക്കുന്നതും കേക്ക് മുറിക്കുന്നതും പങ്കിട്ട് കഴിക്കുന്നതും ഒക്കെയായ ദൃശ്യങ്ങള്, അത് ഞങ്ങൾ അപ്പം തന്നെ ഇവരുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്ന ആ നിമിഷം തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ചാമ്പിക്കൊടുത്തു. അതോടെ ഒരു സംശയത്തിന്റെ, ഒരു ഗൂഢാലോചനയുടെ പുകമറ സൃഷ്ടിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പതാ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട്. ഇത് നമ്മുടെ മുഖ്യൻ വിജയേട്ടനാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് ആ പത്രസമ്മേളനം വിളിച്ചത്. വേറെന്തൊക്കെയോ ഭൂമി പതിവിന്റെ ചില തീരുമാനങ്ങളൊക്കെ പറയാനാണെന്ന മട്ടിൽ. അദ്ദേഹത്തിന്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. ആ മുഖത്ത് എന്തൊരു പുഞ്ചിരിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങനെ മുഖത്ത് നോക്കി വിജയ എന്നൊക്കെ വിളിച്ചതാ. മോശമായിപ്പോയി, അങ്ങനൊന്നും പറയാൻ പാടില്ലാത്തതാ. നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ സീനിയറായ നേതാവല്ലേ, അങ്ങനൊന്നും പറയാൻ പാടില്ലാത്തതാ. പക്ഷെ പറഞ്ഞു. അതിന്റെ ഒരു ചുരുക്ക് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ കാണുമല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുക. ഇത് സത്യം പറഞ്ഞാല് ഈ പിന്നാലെ നടന്ന് ശല്യം ചെയ്യല്, സ്റ്റോക്കിങ് മുതലായ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരായിട്ട് പെടുത്തിയിരിക്കുന്നത്. പണ്ടൊക്കെ ഇത് പൂവാല ശല്യം എന്ന് പറയുന്ന വകുപ്പിൽ പെടുന്ന കേസുകളാ. പക്ഷേ ഈ ഡൽഹിയിലെ നിർഭയ കേസുണ്ടല്ലോ, ഒരു പെൺകുട്ടി മരിച്ച ഒരു കേസ്, കൂട്ടബലാത്സംഗത്തിനിരയായിട്ട് മരിച്ച്,
അതിനുശേഷം ഈ വകുപ്പുകൾക്ക് കൂടുതൽ പല്ലും നഖവും കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഇയാൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാൻ തയ്യാറായാൽ ആരെങ്കിലും ഇവന് മുന്നോട്ട് വരുമോ എന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും വന്നാൽ പയ്യൻ സ്വല്പം ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? വെളുക്കാൻ തയ്ച്ചത് പാണ്ടാവും. ഇയാളെ കുറ്റവിമുക്തനായിട്ട് പുറത്തു വരും. കാരണം ഏതെങ്കിലും ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ അങ്ങനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി സ്റ്റോക്കിംഗ് നടത്തി എന്നൊക്കെ പറയണം, മൊഴിയെങ്കിലും കൊടുക്കണം. എങ്കിൽ സംഗതി ബുദ്ധിമുട്ടാകും. അല്ലെങ്കിലോ ഇയാള് കുറ്റവിമുക്തനായിട്ട് പുറത്തേക്ക് വരും. ഇനി അതും കൂടെ കാണേണ്ടി വരുമോ എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആശങ്ക. പക്ഷെ ഇക്കാര്യത്തിൽ കോൺഗ്രസ്സുകാർ സ്കോർ ചെയ്തൊന്ന കാര്യത്തിലേ ഞങ്ങൾക്കും വലിയ സംശയമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ തന്നെ തെളിവൊന്നുമില്ല, അല്ലെങ്കിൽ FIR ഇല്ല, കുറ്റപത്രമില്ല, ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടി അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനവും രാജിവെപ്പിച്ചു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. സാധാരണഗതിയിൽ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുലഭ്യം പറയാൻ വേണ്ടി ഈ ടെലിവിഷൻ ചർച്ചകളിൽ വരുന്ന ആളുകൾ പോലും ഇതൊക്കെ പറയുന്നുണ്ട്. അയക്കെതിരെ കുറ്റപത്രമില്ല, FIR ഇല്ല, പരാതിയില്ല, ആരും നേരിട്ടൊരു പരാതി കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇയാളെ ശിക്ഷിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും പാർട്ടി ഒരു ശക്തമായ നിലപാടെടുത്തു. അതവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞങ്ങളാണെങ്കിലും ഞങ്ങളുടെ എത്ര നേതാക്കന്മാരാണ് ഇതുപോലുള്ള പരാതിയിൽപ്പെട്ടത്? കൃത്യമായ പരാതിക്കാരുണ്ടായിരുന്നു. മുകേഷിന്റെ ഒക്കെ പേര് കേസ് തന്നെയുണ്ട്. പക്ഷെ ഞങ്ങളെന്തോ ചെയ്തത്? ഈ റിച്ചർ സ്കെയിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ തീവ്രത അളന്നു. അപ്പോ തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. തീവ്രത കൂടിയതാണെങ്കിൽ വിടത്തില്ല. പക്ഷേ CPM-കാരായ ആരോപണ വിധേയരുടെ പീഡനങ്ങളെ എല്ലാം തീവ്രത കുറഞ്ഞതായിരുന്നു. അതുകൊണ്ടൊക്കെയോ വെറുതെ വിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? CM-ന്റെ ഓഫീസിൽ, ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവിടെ ഉയർന്ന തസ്തികയിൽ അവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇത് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് അനുകൂലമായിട്ട് വരാവുന്ന ചില ഘടകങ്ങളാ. പക്ഷെ ചിലപ്പോൾ വിചാരിക്കും ഇവരെന്തൊരു പൊട്ടത്തരമാണ് കാണിക്കുന്നതെന്ന്. അവരുടെ ഒരു നേതാവിനെതിരായിട്ട് തെളിവോ കുറ്റപത്രമോ FIR ഒന്നും ഇല്ലാതിരുന്നിട്ടും അയാളെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളെ കണ്ടുപഠിക്കണം. ഞങ്ങൾ അതിനൊക്കെ ഒരു വഴി കണ്ടെത്തും. ഞങ്ങളുടെ പണ്ടൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതായത് ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായ അന്വേഷണ സംവിധാനമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്, ഞങ്ങൾ തീരുമാനിച്ചോളാവുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ആരെയും ബാഹ്യ പോലീസിനോ അല്ലെങ്കിൽ നിയമങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കുന്നില്ല. അത് ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കും. തീവ്രതയുണ്ടോ ഇല്ലയോ, റിച്ചർ സ്കെയിലിൽ എത്ര ഡിഗ്രി വരുന്നു, അതാ ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാരെ കൊണ്ട് അതിനൊന്നും കൂടെ രക്കാപ്പില്ല കേട്ടോ. അവരെപ്പോഴും സത്യസന്ധന്മാരാകാൻ നോക്കും. അതാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴീ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ കോൺഗ്രസിന് ലേശം ക്ഷീണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അടുത്ത മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ലേശം ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ വരെ വഴി കിടക്കുകയാണെന്നേ. ഇപ്പൊ അവരുടെ പാർട്ടിയിലെ ഈ പുനഃസംഘടന എന്ന് പറഞ്ഞ് വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുക. PCC പ്രസിഡന്റുമാരെ കുറെ പേരെ മാറ്റണം, പുതിയ ജനറൽ സെക്രട്ടറിമാർ വേണം, പഴയവരെ നിലനിർത്തണോ, എല്ലാവരെയും പുതുതായിട്ട് കൊണ്ടുവരണോ, പകുതി പേരെ നിലനിർത്തണോ, ഈ വക തർക്കങ്ങൾ ഇപ്പം ഈ പാർട്ടി നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ല, ഒഴിഞ്ഞു കിടക്കുക. ഇപ്പൊ ഗവൺമെന്റിനെതിരായിട്ട് സമരങ്ങളൊക്കെ നടത്തേണ്ടതാണല്ലോ, അതിന് യൂത്ത് കോൺഗ്രസ് വേണമല്ലോ, അതിനൊരു പ്രസിഡന്റ് വേണ്ടായോ? അതാരുമില്ല. അത് ഈ ചില ഗ്രൂപ്പ് പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ പെട്ടുകിടക്കുക. ഇതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ അവര് ഗുണകരമാക്കി മാറ്റും, അവർക്ക് പ്രയോജനകരമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാലും അതിനുള്ളിൽ നടക്കുന്ന ചില ചർച്ചകൾ അതൊക്കെ നമുക്കും കിട്ടുന്നുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ചിലര് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കണ്ണുനീരിന്റെ ഫലമാണെന്നാ ഇപ്പോഴീ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ചിലർക്ക് അദ്ദേഹത്തെ കുറിച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. യൂത്ത് കോൺഗ്രസിലൊക്കെ നമ്മളോട് തുറന്ന് സംസാരിക്കുന്ന പിള്ളേരുണ്ടല്ലോ, കോൺഗ്രസിലും ഒക്കെ ഉണ്ടെന്നേ, അവരൊക്കെ പറയുന്നതാ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒത്തിരി ദുഃഖവും വിഷമവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പലരും അദ്ദേഹത്തെ കൈവിട്ടു. ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം ആഗ്രഹിച്ച ആളുകളെ കൊണ്ടുവരുന്നതിന് തയ്യാറായില്ല. അദ്ദേഹം അങ്ങ് അശക്തനായിപ്പോയി. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഒരു കണ്ണുനീരിന്റെ ഫലമാണിത് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. സംഗതിയൊക്കെ ശരിയാ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം എന്തോ ശരി, മനുഷ്യന്റെ വെട്ടത്തോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല.
അത്രയ്ക്ക് നാശോശമായിരിക്കുക ഞങ്ങളുടെ ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ഒരു കാര്യം. പോരാത്തതിന് ഈ മുട്ടിഞ്ഞ വിലക്കയറ്റം.